ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നും. അപ്പൊ ഇതിൽ നമ്മള് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ നോർമൽ പാലോ ഒന്നും യൂസ് ചെയ്യാതെ സിമ്പിൾ ആയിട്ടുള്ള അധികം മധുരമൊന്നും ഇല്ലാത്ത ചെറിയൊരു പായസം ഉണ്ടാക്കാന്ന് കേട്ടോ വിചാരിച്ചേ. അപ്പൊ ഗോതമ്പ് നുറുക്ക് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു പായസം ഉണ്ടാക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് എടുത്തുതരാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഗോതമ്പ് നുറുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് ഒരു 1.5 കപ്പ് ഗോതമ്പ് നുറുക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗോതമ്പ് നുറുക്ക് വാങ്ങിക്കാറ്. അപ്പോൾ എപ്പോഴെങ്കിലും പായസം കുടിക്കാൻ തോന്നുമ്പോൾ ഞാൻ ഉണ്ടാക്കാറുള്ള റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ 1.5 കപ്പ് ഗോതമ്പ് നുറുക്ക് എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഒരു 3-4 പ്രാവശ്യമാക്കിയായിട്ട് നന്നായിട്ട് കഴുകുക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇടാം. ഗോതമ്പ് നുറുക്കിൻ്റെ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ലോ ഫ്ലെയിമിൽ 2 വിസിലാണ് എടുത്തിടാറ്. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടി നന്നായിട്ട് വേവുന്നതുകൊണ്ട് ഒരു വിസിൽ ഹൈയിലും ബാക്കി 2 ലോയിലിട്ടിട്ടാണ് വേവിക്കുന്നത് കുക്കറിൽ. ഉപ്പുമാവിന് വെള്ളം എടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 ഗ്ലാസ്സിന് ഞാൻ ഒരു 1.25 ഗ്ലാസ് ഏകദേശം 2 ഗ്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതേ അളവിലും കുറച്ച് അര ഗ്ലാസ് കൂടുതലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം ഒന്നും കൂടെ ലൂസാക്കി കിട്ടണമെന്നുണ്ട്. അപ്പോൾ ഉപ്പുമാവിലാണെന്നുണ്ടെങ്കിൽ അതേ അളവിൽ തന്നെ വെള്ളം എടുത്താൽ മതി. എത്രയാണ് നമ്മൾ ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ വെള്ളം കൂടി എടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഒരു അര ഗ്ലാസ് കൂടെ ഞാൻ അധികമായിട്ട് എടുത്തിട്ട് വിസിലടിപ്പിക്കാൻ വയ്ക്കുന്നുണ്ട്. ഒരു സൈഡിൽ കുക്കറിൽ ഗോതമ്പ് നുറുക്ക് വേകുമ്പോൾ നമുക്കിവിടെ ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 3 ആണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അധികം മധുരം ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 2 ആണി ശർക്കരയൊക്കെ എടുത്താൽ മതി. അപ്പം ഞാനിവിടെ ഒരു 3 ആണി എടുത്ത് കുറച്ച് വെള്ളം കൂടി നന്നായിട്ടൊന്ന് ഉരുക്കി എടുക്കുന്നുണ്ട്. ശർക്കര അവിടെ ഉരുകി വരുമ്പോഴത്തേനും നമുക്കൊരു മിക്സിൻ്റെ ജാറിൽ കുറച്ച് ഏലക്ക പൊടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 4 ഏലക്ക നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ജീരകം കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. ജീരകത്തിൻ്റെ ഒരു സ്മെല്ല് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു ഗോതമ്പ് നുറുക്കിന്. അപ്പോൾ കുറച്ച് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മളെ ഗോതമ്പ് നുറുക്ക് ഇവിടെ വെന്തിട്ടിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാനത് ഒരു ഉരുളിയിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച് ശർക്കരയും കൂട്ടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര കല്ല് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അതൊരു അരിപ്പോണ്ട് അരിച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഗോതമ്പ് നുറുക്കിലേക്ക് നമ്മൾ ശർക്കര പാനി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് പാലോ തേങ്ങാപ്പാലോ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഞാൻ കുറച്ച് തേങ്ങ മാത്രം ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ പാലില്ല അല്ലെങ്കിൽ തേങ്ങ കുറവാണെന്നുള്ളവർക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസമാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ജീരകവും അതേപോലെ തന്നെ ഏലക്കയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒരു മിക്സീൻ്റെ ജാറെടുത്ത് ഞാൻ തേങ്ങ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ഏകദേശം ലാസ്റ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളാണ്. ഈ ജീരകം പൊടിച്ചെടുക്കുമ്പോഴൊക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ. പിന്നെ നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് നമ്മളെ ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വറക്കാനായിട്ട് ഇടാം. വറക്കാനായിട്ട് തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഒന്നും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ മുന്തിരി കുറച്ച് കടലയും കൂടി ഉണ്ടായിരുന്നു. നമുക്ക് കടല കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും അതേപോലെ കടല ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കടലേൻ്റെ അതേപോലെ അണ്ടിപ്പരിപ്പിൻ്റെ കളർ നന്നായിട്ട് മാറുന്ന സമയത്ത് ലാസ്റ്റ് ഞാൻ കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കടിക്കാൻ തേങ്ങാക്കൊത്താണെങ്കിൽ അതിനേക്കാളും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ തേങ്ങാക്കൊത്ത് ഇല്ലാത്ത കാരണമാണ് ഞാൻ ഈ ഒരു കടല ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. മുന്തിരിയും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് നേരെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്ര എളുപ്പത്തിലാണ് ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് പായസം കുടിക്കണം എന്നൊരാഗ്രഹം തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി പായസം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഞാൻ എൻ്റെ രീതിയിൽ തന്നെ ഉണ്ടാക്കിയ ഒരു സിമ്പിൾ ടൈപ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്നൊക്കെ പായസം കുടിക്കാൻ ഒരു ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ ഗോതമ്പ് നുറുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഹെൽത്തിയും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്താണെന്നുള്ള കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.